തൃശൂർ ചാലക്കുടിയിൽ UKG വിദ്യാർത്ഥി അധ്യാപിക മൊബൈൽ ഫോൺ കൊണ്ട് തലക്കടിച്ചതായി പരാതി. നായരങ്ങാടി കമ്മളം വിദ്യാഭവൻ LP സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി ഉള്ളത്. എന്താ കൂട്ടം ഉണ്ടായ? ടീച്ചർ എന്തിനാ ചെയ്തത്? ടീച്ചർ മൊബൈലുണ്ടോ തലക്കടിച്ചു? കുട്ടനെ വേദന എടുത്താ? എൻ്റെ കുട്ടൻ എന്ത് ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല, ബെഞ്ച് പഠിക്കാൻ പോയതാ. സ്കൂൾ അധികൃതരുടെ പ്രതികരണത്തിലേക്കാണ് അതോടെ. സ്കൂളിൽ എന്താ നടന്നേ? സ്കൂളില് കുട്ടിയോട് ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോഴേ കുട്ടി ഇങ്ങനെ ഓടി നടന്നപ്പോ ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോ ടീച്ചർ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നേ. അപ്പൊ ഫോൺ തലയിൽ ഇങ്ങനെ കൊണ്ടു. അപ്പൊ അങ്ങനെ കൊണ്ടപ്പോ തല മുഴച്ചണ്ടല്ലോ. തല കുറച്ച് മുഴച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ടീച്ചർ ചോദിച്ചു വേദനയുണ്ടെന്ന് വെച്ചപ്പോ ഇല്ലാന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഗാർഡിയൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആള് വന്നപ്പോ ഞങ്ങള് കടത്തിയൊന്നും വിട്ടില്ല, ആള് പോകണ്ട. അപ്പൊ ടീച്ചറാണെങ്കിൽ കുറച്ച് 3 മണിക്ക് പോയിരുന്നു. അപ്പൊ ഗാർഡിയന് ഞങ്ങളെ ടീച്ചേഴ്സ് ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തേ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. സൂരജ്, ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ ചെറുതായിട്ടൊന്ന് തലയ്ക്ക് തട്ടിയെന്ന് എത്ര ലഘുവായാണ് പറയുന്നത്? തലയ്ക്ക് നല്ല രീതിയിൽ തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? പരാതിയുമായി പോലീസിൽ പോയിട്ടുണ്ടോ കുടുംബം? സുഹൈൽ, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കുട്ടി വീട്ടിലെത്തുന്ന സമയത്താണ് ഈ വീട്ടിലെ രക്ഷിതാക്കൾക്ക് ഇത്തരത്തിൽ കുട്ടിയുടെ തലയിൽ ഒരു മുഴയുണ്ടെന്ന് മനസ്സിലാകുന്നത്. ആ സമയത്ത് കുട്ടി തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് പരിശോധിക്കുന്ന സമയത്താണ് തലയിൽ ഒരു മുഴ കാണുന്നത്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ടീച്ചർ മൊബൈൽ ഫോൺ കൊണ്ട് തലക്കടിച്ചതാണ് എന്ന വിവരം കുട്ടി ഈ രക്ഷിതാക്കളെ അറിയിക്കുന്നത്. പിന്നീട് രക്ഷിതാക്കൾ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇതിനുശേഷം സ്കൂളിൽ എത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് കൃത്യമായ ഒരു മറുപടി ഇത് സംബന്ധിച്ച് അധ്യാപകർ നൽകിയതുമില്ല. ഇതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് എന്നെ സംബന്ധിച്ച് കുടുംബത്തിനും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്ത് കാരണത്താലാണ് ടീച്ചർ കുട്ടിയെ അടിച്ചത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് നമ്മൾ ഇന്ന് ഈ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുന്ന സമയത്താണ് അവിടുത്തെ പ്രധാന അധ്യാപിക പറയുന്ന ഇതിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഇന്നലെ ഈ കുട്ടിയോട് ബെഞ്ചിലിരിക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടു, പക്ഷേ കുട്ടി അതിന് ബെഞ്ചിൽ ഇരുന്നില്ല. ഇതോടുകൂടിയാണ് ടീച്ചറുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തലക്കടിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. തലയിൽ ചെറുതായൊന്ന് തട്ടി എന്നാണ് പ്രധാന അധ്യാപിക പറയുന്നത്. പക്ഷേ തല മുഴച്ചല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ തല മുഴച്ചിട്ടുണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ സ്കൂൾ അധികൃതർ PTA യോഗം അടക്കം വിളിച്ചിട്ടുണ്ട്. കുടുംബമാകട്ടെ ഇന്നലെ തന്നെ ചാലക്കുടി പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയതാണ്. പക്ഷേ ചാലക്കുടി പോലീസ് ആകട്ടെ സ്കൂളിന് പരാതി നൽകാൻ പറഞ്ഞ് ഇവരെ അവിടെ നിന്ന് മടക്കി അയക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാലക്കുടി DYSP അതോടൊപ്പം തന്നെ ചൈൽഡ് ലൈൻ അടക്കം കുടുംബം ഇതിനോടകം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സുഹേൽ, ശരി, ഫോൺ വെച്ച തലയ്ക്ക് ചെറുതായിട്ടൊന്ന് തട്ടിയതല്ല, ആഞ്ഞ് തല്ലിയത് തന്നെയാണ്. UKG വിദ്യാർത്ഥിയാണ്. ചിലപ്പോൾ ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കുകയൊക്കെ ചെയ്യും. അതുകൂടി പഠിപ്പിക്കുന്നതാണ്, അതുകൂടി ഉൾക്കൊള്ളുന്നതാണ് അധ്യാപനം.